മജീദ് സാഹിബ് എന്നോട് പച്ച ഷർട്ടാണ് ഇട്ടിരിക്കുന്നതല്ലേ എന്നാണ് ചോദിച്ചത്. അദ്ദേഹം നീല ഷർട്ട് ഇടുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞാൻ ഇന്ന് പച്ച ഷർട്ട് ഇട്ടത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് യൂത്ത് ലീഗിൻ്റെ 3 പരിപാടികളിലാണ് ഞാൻ സംസാരിക്കേണ്ടത്. ഒന്ന്, പ്രിയപ്പെട്ട PK ഫിറോസിൻ്റെ കുന്നമംഗലത്തായിരുന്നു നേരത്തെ പരിപാടി. ഇത് കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിളിച്ച ഒരു പരിപാടി കൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ, അങ്ങോട്ട് കൂടി പോകേണ്ടതുണ്ട്. യൂത്ത് ലീഗിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ട് എതിർപക്ഷത്ത് നിൽക്കുമ്പോഴും ഒരു യുവജന സംഘടന എപ്രകാരമായിരിക്കണം പ്രവർത്തിക്കേണ്ടതെന്ന് സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് വിശകലനം ചെയ്യുമ്പോൾ മാതൃപ്രസ്ഥാനത്തോട് തികഞ്ഞ വിധേയത്വം പുലർത്തുകയും അച്ചടക്ക ബോധത്തോടു കൂടിയും സംഘശക്തിയോടും കൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അതേ സമയത്ത് തന്നെ വൈചാരികമായി സംഘടനയുടെ യുവത്വത്തിൻ്റെ ആ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുകയും ആശയങ്ങളിലും ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളിലും കാലവും യുവത്വവും ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുകയും എന്നാൽ ഒരിക്കൽ പോലും ധാർമ്മിക മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ആ രാഷ്ട്രീയത്തെ, യൂത്ത് ലീഗ് പറയുന്ന രാഷ്ട്രീയത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ അജണ്ടയാക്കി പരിവർത്തനപ്പെടുത്താനും കഴിഞ്ഞിട്ടുള്ള അസാമാന്യമായ ഒരു യുവജന സംഘടനയാണ് യൂത്ത് ലീഗ് എന്ന് രാഷ്ട്രീയമായി എതിർപക്ഷത്തുള്ളപ്പോൾ പോലും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. യുവജന സംഘടനകളെ പൊതുവെ പൊളിറ്റിക്കൽ സ്കൂളുകളായിട്ടാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുക. രാഷ്ട്രീയം അഭ്യസിക്കുന്ന കലാലയങ്ങളാണ് യുവജന സംഘടനകൾ. അതിപ്പോൾ ഏത് യുവജന സംഘടനയാണെങ്കിലും, CPM DYFI ആണെങ്കിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് യൂത്ത് കോൺഗ്രസ് ആണെങ്കിൽ, BJPക്ക് യുവമോർച്ചയാണെങ്കിൽ, പുതിയ രാഷ്ട്രീയ നേതൃത്വത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി അവരെ രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങൾ അഭ്യസിപ്പിക്കാൻ വേണ്ടി വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെയാണ് പരിശീലനം നൽകി അവസാനം അത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് എത്തുന്നത്. ഇന്ന് കേരളം കണ്ടിട്ടുള്ള മുഴുവൻ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും ഏതെങ്കിലുമൊക്കെ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗമായിട്ട് ഉയർന്നു വന്നവരാണ്. അങ്ങനെ ഒരു യുവജന സംഘടനയെ പൊളിറ്റിക്കൽ സ്കൂൾ എന്ന് വിളിക്കാമെങ്കിൽ ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ പൊളിറ്റിക്കൽ സ്കൂളാണ് യൂത്ത് ലീഗ് എന്ന് ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുക. കാരണം യൂത്ത് ലീഗ് സംഭാവന ചെയ്ത നേതാക്കളിൽ നിന്ന് ഈ കേരളം ഇന്ന് കാണുന്ന കേരളമാക്കി പരിവർത്തനപ്പെടുത്തിയതിൽ നിർണായകമായ നിയാമകമായ പങ്കുവഹിച്ചിട്ടുള്ള എണ്ണം പറഞ്ഞ മുസ്ലിം ലീഗ് നേതാക്കന്മാരെ സംഭാവന ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് യൂത്ത് ലീഗ്. മുസ്ലിം ലീഗിൻ്റെ യുവജന സംഘടനയായി പ്രവർത്തിക്കുമ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലഘട്ടവും യുവജനതയും ആവശ്യപ്പെടുന്നത് പോലെയുള്ള മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ, ആ മുദ്രാവാക്യങ്ങളെ കേരളത്തിൻ്റെ മുദ്രാവാക്യമാക്കി ഏറ്റെടുപ്പിക്കാൻ അനിതര സാധാരണമായിട്ടുള്ള ഒരു കഴിവ് യൂത്ത് ലീഗിന് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ കാലഘട്ടവും ആധുനികതയും ഇങ്ങനെ കുതിച്ചുപായുന്ന കാലത്തും മുസ്ലിം ലീഗിൻ്റെ സമാരാധ്യരായ നേതൃത്വം, ശീർഷമായ നേതൃത്വം പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്ന് മുന്നോട്ട് വച്ചിട്ടുള്ള ധാർമ്മിക മൂല്യത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയം, അതും ഉയർത്തിപ്പിടിക്കാൻ യൂത്ത് ലീഗിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ യൂത്ത് ലീഗിൻ്റെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്നുള്ളത് ഒരു മികച്ച രാഷ്ട്രീയ അനുഭവമായിട്ടാണ് രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ളതിലേക്ക് ഞാൻ വിലയിരുത്തുന്നത്. മറ്റൊന്നുകൂടിയുണ്ട്, ഞാൻ കോൺഗ്രസിൻ്റെ ഭാഗമായി മാറിയപ്പോൾ എല്ലാവരും രാഷ്ട്രീയമായിട്ടാണ് എന്നെ സ്വാഗതം ചെയ്തത്. രാഷ്ട്രീയമായിട്ടുള്ള സ്വാഗതം ചെയ്യലായിരുന്നു. പക്ഷെ ഒരേ ഒരാൾ മാത്രമാണ് വെൽക്കം ബ്രോ എന്ന് സ്വാഗതം ചെയ്തത്. സ്വാഗതം സഹോദര, കൂടപ്പിറപ്പേ എന്ന് സ്വാഗതം ചെയ്ത ആ മനുഷ്യൻ്റെ പേര് പാണക്കാട് മുനവ്വർ അലി തങ്ങൾ എന്നാണ്. അക്ഷരാർത്ഥത്തിൽ
എന്നെ ഒരു സഹോദരനായിട്ടാണ് യൂത്ത് ലീഗ് സ്വാഗതം ചെയ്തത്. അത് ഈ നിമിഷം വരെ ഞാനത് ആസ്വദിക്കുന്നുണ്ട്, ഞാനത് സന്തോഷത്തോടുകൂടി ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ കേരളത്തിലുടനീളം കഴിഞ്ഞ 10 മാസക്കാലമായി നിരന്തരമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിരവധിയായിട്ടുള്ള പൊതുസമ്മേളനങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ KSUവിന്റെ, യൂത്ത് ലീഗിന്റെ ഒക്കെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. സാംസ്കാരിക സംഘടനകളുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. മാധ്യമ സ്ഥാപനങ്ങളിലെ ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട്. എവിടെ പോകുമ്പോഴും എനിക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ചരിത്രത്തിൽ ഒരു സർക്കാരും നേരിടാത്തവണ്ണമുള്ള ഭരണവിരുദ്ധ വികാരം നേരിടുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് എന്നുള്ളതാണ്. 14 ജില്ലകളിൽ യാത്ര ചെയ്യുമ്പോഴും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഒരുപക്ഷെ പാർട്ടി പരിപാടിയുടെ വേദിക്കരികിൽ വരാതെ ദൂരെ നിന്ന് ഞാൻ നടന്നു പോകുമ്പോഴോ കാറിൽ പോകുമ്പോഴോ ഒന്ന് തടഞ്ഞു നിർത്തി എന്നോട് ചെവിയിൽ വന്ന് സ്വകാര്യം ആയി സംസാരിക്കുന്നത്, സാധാരണക്കാരായ മനുഷ്യർ സംസാരിക്കുന്നത്, ഞാനിവിടെ പാർട്ടി മെമ്പറാണ്. അപ്പം ഞാൻ ചോദിക്കും, ഏത് പാർട്ടി മെമ്പറാണ്? ഞാൻ CPIMന്റെ പാർട്ടി മെമ്പറാണ്. നിങ്ങളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, എങ്ങനെയെങ്കിലും ഈ പണ്ടാരക്കാലിന്റെ ഭരണം ഒന്ന് അവസാനിപ്പിച്ച് നിങ്ങളൊന്ന് അധികാരത്തിൽ വരണം. വേറൊന്നും കൊണ്ടല്ല, ഇത് ഇങ്ങനെ തുടർന്നു പോയാൽ ഞങ്ങളുടെ പാർട്ടി ബാക്കി ഉണ്ടാവില്ല എന്നാണ് സഖാക്കൾ പോലും പറയുന്നത്. ഈ പിണറായി വിജയന്റെ ഭരണം ഇങ്ങനെ തുടർന്നു പോയാൽ ഞങ്ങളുടെ പാർട്ടി ബാക്കി ഉണ്ടാവില്ല എന്ന് സാധാരണ സഖാക്കൾ പോലും സമ്മതിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് കേരളത്തിലുള്ളത്. 10 വർഷക്കാലമായി ഈ കേരളത്തെ കട്ടുമുടിച്ച് എല്ലാ അർത്ഥത്തിലും പിറകോട്ടടിച്ച് ഒരുപക്ഷെ ലോകത്തെ മറ്റേത് വികസിത രാജ്യത്തോളം കിടപിടിക്കാവുന്ന അന്തരീക്ഷത്തിലേക്ക് കേരളത്തെ കൈപിടിച്ചുയർത്താമായിരുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തെ പതിറ്റാണ്ടുകളോളം പുറകോട്ട് തള്ളിമാറ്റിയ ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. സാധാരണക്കാരായ പാവപ്പെട്ടവർക്കുള്ള ക്ഷേമ പെൻഷൻ പോലും 18 മാസക്കാലം മുടക്കിയ ഒരു സർക്കാർ. സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചസദ്യ, ആ ഉച്ചക്കഞ്ഞി ഉച്ചസദ്യയാക്കി മാറ്റിയത് ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നെങ്കിൽ LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉച്ചസദ്യയുടെ മെനു മാത്രമാണ് കൊടുക്കുന്നത്. പണം ഹെഡ് മാസ്റ്റർമാർ നാട്ടിൽ നിന്ന് പിരിച്ചു കൊടുക്കണം. സ്കൂളിലെ ഉച്ചഭക്ഷണം മുടങ്ങുന്ന അവസ്ഥ, കുട്ടികൾക്കുള്ള യൂണിഫോം മുടങ്ങുന്ന അവസ്ഥ. കേരളത്തിലെ ആരോഗ്യരംഗം മുഴുവൻ തകർന്ന് തരിപ്പണമായി വീണിരിക്കുന്നു. മെഡിക്കൽ കോളേജുകൾ തകർന്നടിഞ്ഞു വീഴുന്നു. അതിനിടയിൽപ്പെട്ട് പാവപ്പെട്ട രോഗികൾ പടഞ്ഞു മരിക്കുന്ന സാഹചര്യം. സർജറി ചെയ്യാൻ വേണ്ട ആവശ്യമായ നൂലോ മരുന്നോ ലഭ്യമല്ല എന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം മേധാവി തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു സാഹചര്യം. വിദ്യാഭ്യാസ രംഗം കേരളം ഒരു കാലത്ത് അഹങ്കരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗം തകർന്ന് തരിപ്പണമായിരിക്കുന്നു ഇവരുടെ ഇടപെടലുകൾ കാരണം. കേരളത്തിലെ സർവകലാശാലകൾ എന്ന് പറയുന്നത് ഇന്ന് സംഘപരിവാറിന്റെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. അങ്ങനെ സമസ്ത മേഖലകളിലും കേരളം പതിറ്റാണ്ടുകളോളം പുറകോട്ടടിച്ചിട്ടുള്ള 10 വർഷക്കാലത്തെ പിണറായി വിജയന്റെ ദുരന്ത ഭരണത്തിൽ നിന്നൊരു മോചനം തരണമേ എന്ന് കേരളത്തിലെ ജനങ്ങൾ UDFിനോട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട യൂത്ത് ലീഗ് പ്രവർത്തകർക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും ഒക്കെ ഈ കേരളത്തോടൊരു ബാധ്യതയുണ്ട്. 4 കോടി മലയാളികളോടൊരു ബാധ്യതയുണ്ട്. ആ ബാധ്യത എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ഈ ദുർഭരണത്തെ അവസാനിപ്പിച്ച് UDFിന്റെ ഭരണത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ബാധ്യതയാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ബാധ്യതയാണ്. ഞാൻ ഏറെ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സമസ്ത മേഖലകളിലും സമ്പൂർണമായി പരാജയപ്പെട്ട ഒരു സർക്കാർ. ഇതുപോലെ ഒരു സർക്കാർ മുൻപുണ്ടായിട്ടില്ല. സർക്കാർ ജീവനക്കാരുടെ 19% DA കുടിശ്ശികയാണ് കിട്ടാൻ ബാക്കിയുള്ളത്. ഈ പൊതുയോഗത്തിനൊക്കെ കാവൽ വന്ന് നിൽക്കുന്ന പോലീസുകാരുണ്ടല്ലോ, ആ പാവങ്ങൾക്ക് 19% DA കുടിശ്ശിക കിട്ടാൻ ബാക്കിയാണ്. അതിന്റെ ദേഷ്യം അവരാരോടാ തീർക്കുന്നത്? പിണറായി വിജയൻ DA കുടിശ്ശിക കൊടുക്കാൻ ബാക്കിയുള്ളതിന്റെ ദേഷ്യം മുഴുവൻ യൂത്ത് കോൺഗ്രസ്സുകാരന്റെ മുതുകിന്റെ പുറത്താണ് തീർക്കുന്നത്, ലോക്കപ്പിൽ കൊണ്ടുപോയി ഇടിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഈ സർക്കാർ പുറത്തു പോയേ പറ്റൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. എന്താ നോക്കൂ, വാസ്തവത്തിൽ ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരാണെങ്കിലും ഈ സർക്കാരിന്റെ നയങ്ങളും പരിപാടികളും
ഏത് പരിപാടി എപ്പോ ആരെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് AKG സെന്ററിൽ നിന്നോ അതല്ലെങ്കിൽ പിണറായി വിജയനോ അല്ല. പിണറായി വിജയൻ ഇന്നൊരു നെയിം സേക്ക് ചീഫ് മിനിസ്റ്റർ മാത്രമാണ്, പേരിന് വേണ്ടിയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി. വാസ്തവത്തിൽ കേരളം ഭരിക്കുന്നത് ആരാ? വാസ്തവത്തിൽ കേരളം ഭരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് അമിത്ഷാ എന്നാണ്. BJPക്ക് വേണ്ടി നടത്തുന്ന ഭരണം, RSSന് വേണ്ടി നടത്തുന്ന ഭരണം. ഇത്രത്തോളം BJPയുമായി ചേർന്ന് നിന്ന് പോയിട്ടുള്ള RSSുമായി സന്ധി ചെയ്തിട്ടുള്ള മറ്റൊരു പാർട്ടി NDA മുന്നണിയിൽ പോലും ഉണ്ടാവില്ല. BJPക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന സഖ്യകക്ഷിയായി, മുന്നണിയിലില്ലെങ്കിലും വിശ്വസിക്കാവുന്ന സഖ്യകക്ഷിയായി CPM മാറിയ കാലമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട CPM പ്രവർത്തകരോട്, സഖാക്കളോട്, നല്ല സഖാക്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുക. നിങ്ങളുടെ രാഷ്ട്രീയം എല്ലാ കാലത്തും RSSന്റെ സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരായിരുന്നെങ്കിൽ ഈ കേരളത്തിന്റെ മണ്ണിൽ സംഘപരിവാറിന്റെ ആശയങ്ങൾക്ക്, അവരുടെ രാഷ്ട്രീയത്തിന് ഇടം കൊടുക്കരുത് എന്ന് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെയും RSSനും BJPക്കും ദാസ്യവേല ചെയ്യുന്ന CPMന്റെ നേതൃത്വത്തെയും ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളതാണ്. പാഠം പഠിപ്പിക്കുക. എലിയെ കൊല്ലാൻ വേണ്ടി ഇല്ലം ചുടുക എന്ന് കേട്ടിട്ടില്ല, അതുപോലെയുള്ള അവസ്ഥയാണ് ഇവിടെ. കേരളത്തെ തന്നെ ചുടാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ് CPM. എങ്ങനെയെങ്കിലും അധികാരത്തിൽ തിരിച്ചെത്തണം. അതിനുവേണ്ടി UDFനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. UDFനെ പരാജയപ്പെടുത്താൻ വേണ്ടി BJPയെ ജയിപ്പിക്കാനും തയ്യാറാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഊരിപ്പിടിച്ച വാളിന്റെയും ഉയർത്തിപ്പിടിച്ച കത്തിയുടെയും നടുക്കുകൂടി നടന്നുപോയി എന്ന് വീരവാദം പ്രസംഗിച്ചിരുന്ന പിണറായി വിജയൻ ഇന്ന് എവിടെയാ? ബ്രണ്ണൻ കോളേജിൽ RSSകാരന്റെ വെല്ലുവിളിയെ അതിജീവിച്ചുകൊണ്ട് താൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് മംഗലാപുരത്ത് പോയി വീരസ്യം പറഞ്ഞ പിണറായി വിജയനിൽ നിന്ന് ഇന്ന് കാലം കുറച്ചു കഴിഞ്ഞപ്പോ അമിത്ഷായുടെ തുടയുടെ നടുക്കിലേക്ക് തന്റെ തല കൊണ്ടുപോയി വെച്ചുകൊടുത്ത നാണം കെട്ട രാഷ്ട്രീയ സാഹചര്യത്തിലാണ് അതേ പിണറായി വിജയൻ ഇന്ന് നിൽക്കുന്നത്. പിണറായി വിജയന്റെ കഴുത്തിൽ ഒരു ചങ്ങല കെട്ടിക്കൊണ്ട് നരേന്ദ്രമോദി ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞാൽ ചാടിക്കളിക്കുന്ന ഒരു കുഞ്ഞിരാമനായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറി. എന്താ കാരണം? കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ട്. നേരത്തെ മുഖ്യമന്ത്രി ഒരിക്കലും പറഞ്ഞിരുന്നല്ലോ, മടിയിൽ കനമില്ലെങ്കിൽ ആരെയും ഭയക്കണ്ടെന്ന്. അദ്ദേഹത്തിന്റെ മടിയിൽ ഇപ്പൊ നല്ല കനമുണ്ട്, നല്ല കനമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഭയമുണ്ട്. ആ ഭയമാണ് അദ്ദേഹത്തെ ഗ്രസിച്ചിരിക്കുന്നത്. ഈ അവസാന കാലത്ത് തൻ്റെയും തൻ്റെ മകളുടെയും തൻ്റെ മരുമകന്റെയും സ്ഥാനം കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചാൽ ജയിലിലായിരിക്കുമോ എന്നുള്ള നല്ല ഭയമുണ്ട്. ആ ഭയം BJP മുതലെടുക്കുന്നു. തൃശ്ശൂരിൽ ഉൾപ്പെടെ BJP നേടിയ വിജയം, ആ വിജയത്തിന് പുറകിലുള്ളത് പിണറായി വിജയന്റെ ഭയമാണ്. പിണറായി വിജയനെ ഭീഷണിപ്പെടുത്തി CPM നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തി കരിവന്നൂരും മാസപ്പടിയും ഉൾപ്പെടെ SNC ലാബിന് ഉൾപ്പെടെയുള്ള അഴിമതി കേസുകൾ, തട്ടിപ്പുകൾ, കൊള്ളകൾ, CPM നേതൃത്വത്തിന് പങ്കുള്ള കോടാനുകോടിയുടെ വെട്ടിപ്പുകൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി BJP നേടിയ വിജയം, കള്ള വോട്ടുകൾ കൊണ്ട് നേടിയ വിജയം. അതിനെതിരെ പ്രതികരിക്കാൻ ഇവിടെ ഒരു DYFIയും കാണുന്നില്ല, ഒരു SFIയും കാണുന്നില്ല. മോദി സർക്കാരിനെതിരെ, ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ കേരളത്തിൽ CPMന് പ്രതിഷേധമേ ഇല്ല. വോട്ട് ചോരിക്കെതിരെ രാഹുൽ ഗാന്ധി തുടങ്ങിയ പ്രക്ഷോഭം ഇന്ത്യയിലാകമാനം യുവത്വം ഏറ്റെടുത്ത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു കാലത്ത് കോൺഗ്രസ് പിറകോട്ട് പോയിരുന്ന ബീഹാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ രാഹുൽ ഗാന്ധി പോകുന്നിടത്ത് ജനലക്ഷങ്ങൾ തടിച്ചുകൂടുന്ന രീതിയിൽ ഒരു വലിയ മുന്നേറ്റമായി അത് പരിവർത്തനപ്പെട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമാണ് ആ വോട്ട് ചോരിയിൽ സംഘപരിവാറിനെതിരെ, നരേന്ദ്രമോദിക്കെതിരെ, BJPക്കെതിരെ ഒരു വാക്ക് പോലും പറയാത്ത BJP ഇതര മുഖ്യമന്ത്രി. എനിക്കത് പറയാൻ നാണമുണ്ട് ഒരു മലയാളി എന്നുള്ള നിലയിൽ. BJP മുന്നോട്ട് വെച്ചിട്ടുള്ള വർഗീയ പ്രത്യയശാസ്ത്രത്തെ തീണ്ടാപ്പാട് അകലെ നിർത്തിയിട്ടുള്ള കേരളത്തിന്റെ മണ്ണിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ ജനാധിപത്യത്തെ മുഴുവൻ വിലക്കെടുത്ത BJPയുടെ വോട്ട് ചോരിക്കെതിരെ, ഇലക്ഷൻ കമ്മീഷനെ വിലക്കെടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള വോട്ട് ചോരിക്കെതിരെ ഒരു വാക്ക് പോണ്ട, അരവാക്ക് പോലും പറയാൻ തയ്യാറായില്ല എന്നുള്ളത് മലയാളി എന്നുള്ള നിലയ്ക്ക് എന്നെ ലജ്ജിപ്പിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, CPMകാരായ എന്തേ നിങ്ങൾ വോട്ട് ചോരിക്കെതിരെ ഒരു ചെറിയ പ്രകടനം പോലും നടത്താത്തത്?
ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് BJP അട്ടിമറിക്കുന്നു എന്ന് തെളിവുകൾ സഹിതം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയപ്പോൾ ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിൽ ആര് പങ്കെടുത്തു? ബ്രിട്ടാസും റഹീമും ഒക്കെ പങ്കെടുത്തു. എന്താ കാരണം? ഡൽഹിയിൽ റഹീമും ബ്രിട്ടാസും പ്രകടനം നടത്താൻ തീരുമാനിച്ചാൽ അവർ രണ്ടുപേരും മാത്രമേ ഉണ്ടാവുള്ളൂ, കൂടെ നടക്കാൻ ആളില്ല. അപ്പോൾ അവിടെ ഫോട്ടോ വരണമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പുറകിൽ പോയി നിൽക്കണം. പക്ഷെ കേരളത്തിൽ വന്നാൽ പിണറായി വിജയൻ ഒരു വാക്ക് മിണ്ടുന്നില്ല. തൃശ്ശൂരിൽ കള്ളവോട്ട് BJPക്കാർ ചേർത്ത കള്ളവോട്ടിന്റെ തെളിവുകൾ പുറത്തു വന്നിട്ട് ഒരു FIR ഇടാൻ പോലും ഈ പിണറായിയുടെ പോലീസ് തയ്യാറായില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതേ കേരളത്തിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ നെഞ്ചകത്തേക്ക് വെടിയുണ്ട പായിക്കുമെന്ന് BJPയുടെ ഒരു കിഴങ്ങൻ ചാനലിൽ പോയി പറഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞ് നമ്മളൊക്കെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയപ്പോഴാ ഇവിടെ പോലീസ് കേസെടുക്കാൻ തയ്യാറായി. അപ്പൊ ആരോടാണ് CPM നേതൃത്വത്തിന് പിണറായി വിജയനുള്ള വിധേയത്വം എന്ന് പറയുന്നത്? ആ വിധേയത്വം അമിത്ഷായോടും നരേന്ദ്രമോദിയോടുമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, കേരളം RSSനും BJPക്കും കേരളത്തെ കൊണ്ടുപോയി തീരെഴുതാനുള്ള CPMന്റെ പിണറായി വിജയന്റെ നീക്കത്തിനെതിരായിട്ടുള്ള ഒറ്റക്കെട്ടായിട്ടുള്ള ഐക്യത്തോടു കൂടിയിട്ടുള്ള ഒരു പ്രതിഷേധം അത് രേഖപ്പെടുത്താൻ പോകുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. ഒരു സംശയവും വേണ്ട. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ 100-ലധികം സീറ്റുകളുമായി ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വരിക തന്നെ ചെയ്യും. ഞാൻ ഏറെ ദീർഘിപ്പിക്കുന്നില്ല. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിളിച്ചൊരു പരിപാടിയിൽ പങ്കെടുക്കാനുണ്ട്. പിന്നെ അധികം വൈകാൻ പറ്റില്ല. രാത്രിയിൽ മുഴുവൻ അമ്പലങ്ങൾക്ക് കാവൽ നിൽക്കേണ്ട ഗതികേടില്ല ഞങ്ങൾ വിശ്വാസികൾ. ഞാനൊക്കെ അയ്യപ്പ വിശ്വാസിയാണ്, ശബരിമല പോകുന്ന ആളാണ്. ഈ കരിപ്പൂർ എയർപോർട്ട് കേന്ദ്രീകരിച്ച് CPMന്റെ തില്ലങ്കേരി സംഘത്തിന്റെ സ്വർണം പൊട്ടിക്കൽ സംഘമുണ്ട്. ഇപ്പം അതുപോലെ കേരളത്തിലെ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് CPMന്റെ സ്വർണം പൊട്ടിക്കൽ സംഘം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് രാത്രി മുഴുവൻ കാവൽ നിൽക്കേണ്ട ഗതികേട്, അല്ലെങ്കിൽ അയ്യപ്പന്റെ വിഗ്രഹം അടക്കം ഇവന്മാർ അടിച്ചെടുത്തുകൊണ്ട് പോകും. ഞങ്ങൾക്ക് പേടിയുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ കേരളത്തിലുടനീളം ലക്ഷക്കണക്കിന് വരുന്ന, കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരുടെ ഹൃദയ വികാരങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ട് ശബരിമലയിൽ ആചാരലംഘനം നടത്താൻ വേണ്ടി, യുവതീ പ്രവേശനം നടത്താൻ വേണ്ടി DYFIക്കാരികളെ പോലീസിന്റെ സഹായത്തോടു കൂടി അങ്ങോട്ട് കയറ്റിവിട്ട പിണറായി വിജയൻ, തന്ത്രി കുടുംബത്തെ കേരളത്തിലുടനീളം നടന്നു പുലഭ്യം പറഞ്ഞ പിണറായി വിജയൻ, ശബരിമലയിലെ ആചാരം എന്ത് വില കൊടുത്തും തകർക്കുമെന്ന് പ്രഖ്യാപിച്ച പിണറായി വിജയൻ ഇപ്പോ വലിയ അയ്യപ്പ ഭക്തൻ കളിക്കുകയാണ്. മൂപ്പര് വലിയ ഭക്തനാന്ന് ചില ആളുകൾ സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് കാര്യം അറിയാം. മൂപ്പര് ഗോവിന്ദൻ മാഷ് പയ്യന്നൂരിലെ ജോത്സ്യന്റെ അടുത്ത് പോയി. പയ്യന്നൂരിലെ ജോത്സ്യൻ പറഞ്ഞു, വലിയ അയ്യപ്പ കോപമുണ്ട്, അതുകൊണ്ട് ചില പരിഹാരങ്ങൾ ചെയ്യണം. ആ പരിഹാരങ്ങളുടെ ഭാഗമായിട്ടാണ് അയ്യപ്പ സംഗമം, അതുപോലെയുള്ള പരിപാടികൾ. അപ്പൊ അയ്യപ്പന്റെ കോപം തീർക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ അയ്യപ്പ സംഗമം നടത്തിയത്. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇനിയിപ്പോൾ അയ്യപ്പ സംഗമല്ല, അതിലപ്പുറം നടത്തി കഴിഞ്ഞാലും യഥാർത്ഥ അയ്യപ്പ വിശ്വാസികൾ പിണറായി വിജയനെ വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം എന്താ? ഹിന്ദുക്കളുടെ മുനാഫിക്കാണ് പിണറായി വിജയൻ. ആലോചിച്ച് നോക്ക്, മുദ്രാവാക്യം വിളിക്കുന്ന പോലെ സ്വാമിയെ അയ്യപ്പോ സ്റ്റേജിൽ നിന്നിട്ട്. ഈ DYFIക്കാരൻ എന്ത് ശബരിമല, CPMമാരൻ എന്ത് ശബരിമല വെച്ചിരിക്കുന്നത്, പിണറായി വിജയൻ എന്ത് ശബരിമല, ചാത്തപ്പൻ എന്ത് മഷറിയാന്ന് അല്ലേ? ഞങ്ങളുടെ നാട്ടിൽ കെട്ടുന്നറ, പണ്ട് DYFIക്കാരൻ കെട്ടുന്നിറക്കിയാണ്. ഓൻ ശബരിമലയ്ക്ക് ആദ്യമായിട്ട് പോവാ. അപ്പൊ ഗുരുസ്വാമി ഇങ്ങനെ വിളിച്ചു കൊടുക്കും, നെയ്ത്തേങ്ങയ്ക്ക് ഇങ്ങനെ നെയ്യ് നിറയ്ക്കുമ്പോൾ, ഇപ്പൊ പോയാൽ അപ്പൊ സ്വാമിയെ കാണാം, സ്വാമിയെ കണ്ടാൽ മോശം കിട്ടും, മോശം കിട്ടിയാൽ പാപം തീരും, അത്രയാണ് അത് വിളിക്കേണ്ടത്. അപ്പോൾ ഗുരുസ്വാമി വിളിച്ചെടുത്തു, ഇപ്പൊ പോയാൽ സ്വാമിയെ കാണാം. DYFIക്കാരൻ്റെ മുദ്രാവാക്യത്തിന്റെ ശരി അവന് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ പോയാൽ സ്വാമിയെ കാണാം, സ്വാമിയെ കണ്ടാൽ മോശം കിട്ടും, മോശം കിട്ടിയാൽ പാപം തീരും. ഓനെ നിർത്തിയില്ല അവിടെ. അപ്പൊ ആവേശം കൊണ്ടോ ചോദിച്ചു, പാപം തീർന്നാന്ന് ചോദിച്ചു. അപ്പൊ സത്യത്തിൽ അതുവരെ ഉള്ളൂ. ഗുരുസ്വാമിക്ക് ദേഷ്യം വന്നു, കെട്ടുനിറ കഴിഞ്ഞാൽ എണീറ്റ് പോടാവുന്നു. ഇത്രേ വിവരമുള്ളൂ. അതുകൊണ്ട് തന്നെ ശബരിമലയെ തകർക്കാൻ നോക്കിയ പിണറായി വിജയനെ പോലെയുള്ള CPM നേതൃത്വത്തെ കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികൾ വിശ്വസിക്കാൻ പോകുന്നില്ല. അത് മാത്രമല്ല, മതേതര വിശ്വാസികളും വിശ്വസിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, വനിതാ മതിൽ പിടിച്ചല്ലോ അവിടെ. ആ ശബരിമല സമരകാലത്ത് കേരളത്തിൽ അയ്യപ്പ ഭക്തർ തെരുവിലിറങ്ങിയ സമയത്ത് പ്രിയപ്പെട്ടവരെ, എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, ശബരിമലയിൽ അതിനു മുൻപ് സുപ്രീം കോടതിയിൽ കേസ് വന്ന സമയത്ത്
ശബരിമലയിൽ ആചാരം സംരക്ഷിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഫിഡവിറ്റ് കൊടുത്തത് ക്രൈസ്തവനായിരുന്ന മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറായിരുന്നു. ശബരിമലയിൽ ഭക്തർ മർദ്ദനമേറ്റുവാങ്ങിയപ്പോൾ പ്രിയപ്പെട്ടവരെ ഓടിയെത്തി പിന്തുണ പ്രഖ്യാപിച്ച സംഘടനയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നായിരുന്നു. അന്ന് അതിനെ തകർക്കാൻ നടന്നവരാ CPM-മാർ. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, വനിതാ മതിൽ പിടിക്കുന്ന സമയത്ത് കുറെ സഖാത്തിമാരെ പർദ്ദയും ധരിപ്പിച്ച് കൊണ്ടുവന്ന് നിർത്തി. എന്തിനാ? ഇത് ഹിന്ദു മുസ്ലിം സംഘർഷമാക്കി മാറ്റാൻ. ആലോചിച്ച് നോക്കി, എവിടെ ബുദ്ധി പോകുന്ന പോക്ക് മറ്റേ മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ചത് പോലെയാണ്. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ, യഥാർത്ഥ ദൈവവിശ്വാസികൾ ഒന്നടങ്കം പറഞ്ഞു, അല്ലേ? എന്താണ് മതം പഠിപ്പിച്ചിട്ടുള്ളത്? സഹോദര സമുദായത്തിന്റെ അവന്റെ വിശ്വാസത്തെയും ബഹുമാനിക്കാനാണ് എല്ലാവരും പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ നഞ്ചു കലക്കിയാലൊന്നും കേരളത്തിലെ മതനിരപേക്ഷതയെ തകർക്കാൻ കഴിയില്ല എന്ന് ശബരിമല സമരകാലം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ CPM-മാർ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിലെ മതനിരപേക്ഷ സമൂഹം മുഴുവൻ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ശബരിമലയിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള സ്വർണം കവർന്നിട്ടുള്ള, കിലോ കണക്കിന് സ്വർണം കവർന്ന നിങ്ങളുടെ ചെയ്തിക്കെതിരെ ഈ കേരളത്തിന്റെ സമസ്ത വിശ്വാസികളും ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യൂത്ത് ലീഗിന്റെ സമ്മേളനത്തിന് ക്ഷണിച്ച പ്രിയപ്പെട്ട PMA സലാം സാഹിബിനും പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ സഹപ്രവർത്തകർക്കും സഹോദരങ്ങൾക്കും എന്റെ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് UDF.